welcome all to Super Chef. ഞാൻ നിൽക്കുന്ന വിൻസർ രാജധാനിയിലെ പാലസ് വ്യൂ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ ഷെഫ് സോണിയാണ് ഈ എപ്പിസോഡിലെ സൂപ്പർ ഷെഫ്. നമുക്ക് വേണ്ടി നല്ല കിടിലൻ മോക്ടെയിൽസ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. വെൽക്കം ടു സൂപ്പർ ഷെഫ്. താങ്ക് യു. അപ്പോൾ ഷെഫ് പറയൂ, നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണ മോക്ടെയിലിന്റെ പേര് എന്താണ്? സ്ട്രോബെറി മിന്റ് സ്പ്ലാഷ്. സ്ട്രോബെറി മിന്റ് സ്പ്ലാഷ്. ഇപ്പോൾ സീ സർഫിംഗ് അല്ലെ പൂൾ സൈഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പൂള് റെഡിയായി വരുന്നുണ്ട്. അവിടെ നമുക്ക് ബാർബിക്യൂ സ്റ്റൈലിൽ ബുഫേ ഡിന്നർ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യാൻ ഗസ്റ്റിന്റെ ആവശ്യാനുസരണം ബാർബിക്യൂ ബുഫേ ഡിന്നർ അല്ലാത്ത ഗെറ്റ് ടുഗദർ പാർട്ടി ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ നല്ലൊരു പൂൾ ഏരിയ ആണ് നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു കാം ആംബിയൻസിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു മോക്ടെയിലാണ് നോക്കാൻ പോണേ. സ്ട്രോബെറി ആൻഡ് മിന്റ് സ്പ്ലാഷ്. സ്ട്രോബെറി, ഫ്രഷ് സ്ട്രോബെറി, ഹണി, സ്ട്രോബെറി ക്രഷ്, ഷുഗർ, മിന്റ്, പിന്നെ കുറച്ച് വിനിഗർ, ഒരു സ്പൂൺ വിനിഗർ ഇതിനകത്ത്. ഓക്കേ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഷെഫ്. ആദ്യം സ്ട്രോബെറി മിന്റ് സ്പ്ലാഷ്. യെസ്. ഓക്കേ, ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് ഫ്രഷ് സ്ട്രോബെറി ഇടുന്നു, മിന്റ് ലീവ്സ് ഇടുന്നു, കുറച്ച് ഷുഗർ ഇടുന്നു, കുറച്ച് ക്രഷ്ഡ് ഐസ് ഇടാം. സ്ട്രോബെറി, മിന്റ് ലീവ്സ്, ഷുഗറും കുറച്ച് ക്രഷ്ഡ് ഐസ് അല്ലേ? ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളത് ബ്ലെൻഡ് ചെയ്യും. ഇതിനകത്തേക്ക് നമുക്ക് സ്ട്രോബെറി ക്രഷ് ഒഴിക്കാം. ഓക്കെ, സ്ട്രോബെറി ക്രഷ് ഒഴിക്കാണ്. മതിയോ? യെസ്. നമ്മൾ ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യണം. നന്നായിട്ട് ബ്ലെൻഡ് ആയി കഴിയുമ്പോൾ അതിനകത്ത് ഹണി ഒഴിക്കാം. ഓ ലവ്ലി. എല്ലാം നല്ല ടെംപ്റ്റിംഗ് സാധനങ്ങളാണ് ഇടുന്നല്ലേ? മതിയോ? കുറച്ചുകൂടി. ഓക്കെ, 2 സ്പൂൺസ് ഹണി ഒഴിച്ചു. അതൊന്നുകൂടി ബ്ലെൻഡ് ചെയ്യണം. അതിലേക്ക് നല്ല ഐസ് കോൾഡ് വാട്ടർ കുറച്ച്. അതെ, 1 സ്പൂൺ വിനിഗർ. ഓക്കെ, ഇതാണ് വിനീഗർ ഷെഫ് പറഞ്ഞ 1 സ്പൂൺ ഓഫ് വിനീഗർ അല്ലേ? യെസ്. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി മിന്റ് സ്പ്ലാഷ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ബ്യൂട്ടിഫുൾ ഗ്ലാസ്സിലേക്ക് നമ്മളതിനെ സെർവ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ മോക്ടെയിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. സ്ട്രോബെറി മിന്റ് സ്പ്ലാഷ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ഷെഫ്, അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് സ്ട്രോബെറി മിന്റ് സ്പ്ലാഷ് ആയിരുന്നു. ഇനി ചെയ്യാൻ പോകുന്ന മോക്ടെയിലിന്റെ പേര് എന്താണ്? ക്യാരറ്റ് ജിഞ്ചർ എനർജൈസർ. ക്യാരറ്റ് ജിഞ്ചർ എനർജൈസർ അല്ലേ? അപ്പോൾ നല്ല എനർജി കിട്ടും. ഓക്കെ, സ്ട്രോങ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം ഷെഫ്. ആദ്യം ജിഞ്ചർ ചോപ്പ് ചെയ്തിടാം. ഓക്കെ, ആദ്യം നമ്മൾ ജിഞ്ചർ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടാണ്. ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിടാം. ഓക്കെ, തക്കാളി ചോപ്പ് ചെയ്തത് ഇടാണ്. അതിട്ട് ഒരു 3 സ്പൂൺ ഇടാം. ഓക്കെ, ഒരു 3 സ്പൂൺസ് ടൊമാറ്റോസ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പാഴ്സലി ചോപ്പ്. കുറച്ച് പാഴ്സലി 1 സ്പൂൺ. യെസ്. ഓക്കെ, അതിലേക്ക് ലൈം ജ്യൂസ് എടുക്കുക. 1 ടേബിൾ സ്പൂൺ ലൈം. 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്. കുറച്ച് ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിനു ശേഷം ബാക്കി ക്യാരറ്റ് ജ്യൂസ് എടുക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇനിഷ്യലി കുറച്ച് അല്ലേ? അതെ. ഓക്കെ, ക്രഷ്ഡ് ഐസും കൂടി ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ഇനി ബാലൻസ് ഉള്ള ക്യാരറ്റ് ജ്യൂസ് ഒഴിക്കാനല്ലേ? ഓക്കെ, ജിഞ്ചർ ക്യാരറ്റ് എനർജൈസർ. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ ഗ്ലാസ്സിലേക്ക് അതിനെ സെർവ് ചെയ്യാം. മുകളിൽ കുറച്ച് സോഫ്റ്റ് പാഴ്സലി എടുത്തു. എല്ലാവരും ഈ 2 ഡ്രിങ്ക്സും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. 2 മോക്ടെയിൽസും ഈ സമ്മർ ക്ലൈമറ്റിൽ വളരെയധികം കൂളിംഗ് കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആയിരിക്കും.